എന്താ സർ? മാറ. എന്താ സാർ? സാർ രാത്രി ഈ സമയത്ത് ഇവിടെ വരണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട എന്തോ കാര്യമുണ്ട്. ക്ഷമിക്കണം, ഇവരുള്ളപ്പോ സംസാരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അത്രയ്ക്ക് ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇവരുള്ളപ്പോഴേ സംസാരം നടക്കൂ. പൊതുജനങ്ങളുടെ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് അവനെന്റെ മുഖത്ത് നോക്കി എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ? അവസാനം അവന്റെ ഒരു ഭീഷണി, ഞാനൊന്നിലും പെട്ടിട്ടില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. സംസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രി എന്ന് വെച്ചാൽ ആരാണ് അവന്റെ വിചാരം? ഇനി എന്തെങ്കിലും കാര്യത്തിന് എന്നെ കാണാൻ വരട്ടെ. ഇനി വരില്ല. എങ്കിൽ അവർക്ക് നല്ലത്. അച്ഛൻ എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാവോ? എന്ത് ഹെൽപ്പ്? ഇപ്പൊ ആ കേസ് അന്വേഷിക്കുന്ന ആളെ മാറ്റണം. നടക്കില്ല. കാരണം? നടക്കില്ല, അത് തന്നെ. സർ, സോറി. സൂക്ഷിച്ചില്ലെങ്കിൽ തൊപ്പി പോകും. ഇതാ വിശ്വട്ടാ, എനിക്ക് എന്റെ മോളെ കാണണം. ഞാനൊരു ചീത്ത സ്വപ്നം കണ്ടു. അവള് എന്റെ കുഞ്ഞു കുറെ വിഷമിച്ച് എവിടുന്ന് പോയത്. ഞാൻ അവളെ അടിച്ചില്ലേ. എനിക്കാകെ പേടിയാവുന്നു വിശ്വട്ടാ. ആളുകൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, എന്തെങ്കിലും ചെപ്പടി വിദ്യ കാണിച്ചാൽ പ്രതികളെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന്. സിനിമയിൽ അത് നടക്കും, ജീവിതത്തിൽ അത് നടക്കുമോ? നിങ്ങളുടെ ആകാംക്ഷ ഞാൻ മനസ്സിലാക്കുന്നു. അല്ല, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കേസിലെ വാദി സർക്കാരാണ്. അപ്പൊ പ്രതികളെ കണ്ടുപിടിക്കേണ്ട ചുമതല പോലീസിനാണ്. അവരത് ചെയ്തോളും കേട്ടോ. അന്ന് സാറ് പറഞ്ഞു എത്രയും വേഗം പ്രതികളെ കണ്ടുപിടിക്കാൻ വേണ്ടത് ചെയ്യാമെന്ന്. നിനക്ക് വെച്ചിട്ടില്ല, അവളെങ്കിലും പറയട്ടാ. നിങ്ങളെ കാണുന്ന ആദ്യമായിട്ടാ, പക്ഷെ മോളെ നന്നായിട്ട് അറിയാം. എന്റെ മകൻ അംബരീഷിനോടൊപ്പം പലപ്പോഴും വീട്ടിൽ വന്നിട്ടുണ്ട്. ഇത് മന്ത്രിയല്ല പറയുന്നത്, നിങ്ങളെപ്പോലെ ഒരു അച്ഛനാ ഞാനും. എന്നാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. കുറ്റവാളികളെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്ന കാര്യത്തിലായാലും ചികിത്സ എവിടേക്കാ? കമ്പൈൻസിൽ കഴിഞ്ഞ് ഈ കുട്ടിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പോവാ. എന്താ പോലീസിനെ കണ്ട് പേടിച്ചത്? ഇല്ല സർ, ഞാൻ കണ്ടില്ല. പുറത്തോട്ടിറങ്ങി. എന്തിനാ സർ? ഇങ്ങോട്ട് ഇറങ്ങണോ? എന്തിനാ എപ്പോ എവിടെ എന്നൊക്കെ പറഞ്ഞാലേ വന്നേ പറയട്ടെ സാർ. അത് ഹോം മിനിസ്റ്ററുടെ മോനും കമ്മീഷണർ മോളുവാ. പറയായിരുന്നില്ലേ? പറയാതെ ഞാനങ്ങനെ അറിയാൻ. മോൻ പോയാട്ടെ, ആളറിയാഞ്ഞിട്ടാ സാറ്. ഓ